ഞാനേ നിങ്ങളുടെ ലവ് സ്റ്റോറി ഒന്ന് ഞാൻ ചോദിക്കട്ടെ. കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ക്ലീശയാണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്നും കൂടെ ഒന്ന് ഓക്കെ. ആ എന്നാ അത് പിന്നെ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ. നമ്മുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അറിയാം, ആൾക്കൊരു എക്സ് ഉണ്ടായിരുന്നു. അയാളുടെ എക്സ് മാരേജ് കഴിഞ്ഞായിരുന്നു. അപ്പം ആളുടെ എക്സ് പാർട്ട്ണർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ആ സമയത്ത്. അപ്പം ഇവരുടെ മാരേജിനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ ബ്രേക്കപ്പ് ആയി. അപ്പം ആളുടെ ഡൗൺ സർജറി കഴിഞ്ഞിരിക്കുന്ന സമയം. അപ്പം ഞങ്ങൾ ആ സമയത്ത് ഫ്രണ്ട്സാണ്, ഞാനും വരുന്ന ഫ്രണ്ട്സാണ്. അപ്പം ഡൗൺ സർജറി കഴിഞ്ഞിട്ട് വിശേഷം അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, സർജറി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി ഞാനൊന്ന് വിളിച്ചതാണ്. പിന്നെ ആ വിളി കൂടി കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കെയറിങ് ഒക്കെ ഞാൻ ഇട്ട് കൊടുത്ത് അങ്ങനെ. പിന്നെ ആള് ഭയങ്കര സാഡായിട്ടിരിക്കുന്ന സമയമാണ്, റിലേഷൻ ബ്രേക്കപ്പ് ആയി, സർജറി അതിൻ്റെയൊക്കെ ആയിട്ട് ഭയങ്കര സാഡായിട്ടിരുന്ന സമയമാണ്. അപ്പൊ ഞാൻ കുറച്ച് സ്നേഹത്തിന്റെ വിത്തുകൾ ഇട്ട് കൊടുത്തു. അങ്ങനെ അത് മുളച്ചു, അങ്ങനെ പറയാം. പിന്നെന്ന് വെച്ചാൽ ആൾക്ക് എന്നോട് ക്രഷ് ഉണ്ടായിരുന്നു. അപ്പൊ ആളിങ്ങനെ സ്റ്റാറ്റസ് ഇടും. ഞാൻ ഇൻസ്റ്റയിൽ ചെയ്യുന്ന വീഡിയോസ് എടുത്ത് ആള് ആ സോങ് എടുത്തിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും. എന്നിട്ട് ഹിഡൻ ലവ് എന്ന് പറഞ്ഞ അതിനകത്ത് ക്യാപ്ഷൻ ഹിഡൻ ലവ് എന്നായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, ഇത് ആരാണ്, എന്താണ് ഹിഡൻ ലവ്? ഞാൻ ചോദിക്കട്ടെ, ഇത് അർപ്പിതൊക്കെ അറിയായിരുന്നില്ലേ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് അറിയായിരുന്നില്ലേ? റീൽസിന്റെ സോങ്സ് എടുത്തിടുമ്പോ എനിക്കറിയാലോ, എവിടെയെങ്കിലും ഒരു സംശയം എനിക്ക് തോന്നുമല്ലോ. അങ്ങനെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നെനിക്ക് ആളുടെ വായിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കും, എങ്ങനെയാണ്, ആരാണ്, എന്താണ്. അങ്ങനെ പിന്നെ അവസാനം ആള് തന്നെ പറഞ്ഞു എന്നോട്. ആളെന്നോട് പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് ആളെന്നെ പ്രപ്പോസ് ചെയ്തു. എന്തായിരുന്നു